ബാങ്കിൽ പണയം വെച്ച സ്വർണം ഒരു മുന്നറിയിപ്പും നൽകാതെ ബാങ്ക് അധികൃതർ മറച്ചുവിറ്റതായി പരാതി. കള്ളയൊപ്പിട്ട് സ്വർണം തട്ടിയെടുത്തതിന് ശേഷം ഇത് മറച്ചുവിറ്റു എന്നുള്ളതാണ് ആരോപണം. മാന്നാറിന് സമീപത്തുള്ള ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. ബുധനൂർ എണ്ണക്കാട് സ്വദേശിനിയായിട്ടുള്ള 75 വയസ്സുകാരിയായ ഭാരതി പണയം വെച്ച 3.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഭാരതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPM നേതൃത്വം നൽകുന്ന ബാങ്കിലെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ മാന്നാർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിലെ പരാതിക്കാരിയായ ഭാരതി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. 3.5 പവൻ്റെ സ്വർണം 2 വളകൾ, ഒന്ന് 1.5 പവനും ഒന്ന് 2 പവനും കൊണ്ടുവച്ചു 1 ലക്ഷം രൂപ വാങ്ങിച്ച് ഞങ്ങളെല്ലാം പ്രതിമാസവും ഞങ്ങൾ അതിൻ്റെ പലിശ അടയ്ക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സാധനം എടുക്കാൻ ചെന്നപ്പോൾ സാധനമില്ല. കള്ളയൊപ്പിട്ടേച്ച് ഞാൻ ഇട്ട ഒപ്പാന്നും പറഞ്ഞ് അവൾ കള്ളയൊപ്പിട്ടേച്ച് സാധനം എടുത്ത് ലാസ്റ്റിൽ അവൾ പറയുന്നു ഞങ്ങൾ രൂപ കൊടുക്കാമെങ്കിൽ സാധനം തരാമെന്ന്. രൂപയായിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ രൂപ മതി, സാധനമില്ല. സാധനം ഇല്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തത്. വളയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവരെന്താ പറയുന്നത്? ആദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഒരിടത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പലിശ മുതലുമായിട്ട് വാ, അന്നേരം തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പലിശ മുതലുമായിട്ട് അവിടെ ചെന്നപ്പോൾ സാധനമില്ല, പൈസയും കൊടുക്കാൻ 1 ലക്ഷം രൂപ കൊടുക്കുക, അവർ സാധനം തരാമെന്ന്. ഞങ്ങൾ പൈസ കൊടുത്തില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുത്തത്. വീട്ടിലാണെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും ഒരു കൊച്ചു കുഞ്ഞും ഉള്ളു താമസം. എനിക്കന്നേ ആൺപിള്ളേരില്ല, എനിക്ക് 2 പെൺപിള്ളേരാണ് ഉള്ളത്. പലിശ കൃത്യമായിട്ട് ഞങ്ങൾ അടയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ ആശുപത്രി കിടന്നുണ്ട്, 1-2 മാസം മുടങ്ങി. അത് ഞങ്ങൾ പിന്നെ തീർത്തുകൊണ്ട് അടച്ച്. നിലവിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് എന്താണ്? പോലീസ് പറയുന്നത് അവർ ഇതും സാധനം മേടിച്ചു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ബാങ്കിലെ ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ അവരിപ്പോൾ പറയുന്നത് എന്താണ്? അവർ ഫോൺ എടുക്കത്തില്ലല്ലോ, വിളിച്ചാൽ ഒരു മറുപടി തൊട്ട് പറയത്തുമില്ല. എപ്പം വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. രാവിലെ വിളിച്ചാലും എടുക്കത്തില്ല, വൈകിട്ട് വിളിച്ചാലും ഒരിക്കലും ഒരു ഫോൺ എടുക്കത്തില്ല. 75 വയസ്സ് പ്രായമുണ്ടല്ലേ? 75 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും ഞാൻ ജോലി ചെയ്ത കാശ് അവിടെ കൊണ്ടുചെന്നത്. മരുമോൻ്റെ അടുക്കേന്ന് മേടിച്ച് പണയം വെച്ചതാണ്. മൂത്ത മരുമോൻ്റെ അടുക്കേന്ന് മേടിച്ച് പണയം വെച്ചത് സ്വർണ്ണമാണ്. അവർ ദിവസവും സ്വർണം ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എടുത്തു കൊടുക്കാനും നമുക്ക് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. സ്വർണവും തിരിമറി ചെയ്തിട്ടുണ്ട്, കാശും തിരിമറി ചെയ്തിട്ടുണ്ട് അവർ. ആളുകൾക്ക് ഇതേപോലെ തന്നെ സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. ബാങ്കിലെ ജീവനക്കാരൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകളൊക്കെ ആയിരുന്നു, വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളായിരുന്നു. ഞാൻ സാധനം കൊണ്ടുവെക്കുമ്പോൾ ഓമനയെന്ന് പറയുന്ന ഒരാളുണ്ട്, എനിക്ക് നല്ല പരിചയമായിരുന്നു. എന്നോട് പറഞ്ഞു ഭാരതി പണയം വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, സാധനം തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ പറയുന്നു ഓമനെ എൻ്റെ സാധനമല്ല ഇത്, എൻ്റെ അത്യാവശ്യത്തിന് ഞാൻ കൊണ്ടുവെക്കുക, അത് എന്ന് വന്നാലും സാധനം കിട്ടും എന്ന് ഓമന എന്നോട് പറയുകയും ചെയ്തു. ഇങ്ങനൊരു ചതിവ് ഇവർ ചെയ്യുമെന്ന് ഞങ്ങളുടെ അവസ്ഥയെല്ലാം ഇവർക്കറിയാം. എൻ്റെ ഭർത്താവ് ഹാർട്ടിൻ്റെ രോഗിയാണെന്നും ഹാർട്ട് മാറ്റിവെച്ചവനാണെന്നും വാൽവ് മാറ്റിവെച്ചവനാണെന്നും ജോലി ചെയ്യാത്ത ആളാണെന്നും എനിക്ക് 2 പെൺപിള്ളേരാണെന്നും എല്ലാം ഇവർക്കറിയാം. ഞാനിപ്പോഴും കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്ര വലിയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ അറിയാവുന്ന ആളുകൾ ഇങ്ങനെ ചതിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ അനീഷയാണെങ്കിൽ എനിക്ക് പെൻഷനും കൊണ്ട് വരുമ്പോഴത്തേക്ക് അനീഷ പറയും നിങ്ങളുടെയൊക്കെ ജീവിതം കഷ്ടമായിപ്പോലോ, ഈ ഭർത്താവിന് സുഖമില്ല എന്നെല്ലാം പറയുന്നത്. ഈ അനീഷയ്ക്കും അറിയാമായിരുന്നു, ഞങ്ങളുടെ വീട്ടിലെ കാര്യം മൊത്തം അറിയാമായിരുന്നു. ഞാൻ 14 വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നത് കണ്ടോ. എനിക്ക് പ്രായം അനുസരിച്ചുള്ള ജോലിയാണ് ചെയ്യുന്നത്. അല്ല, ഈ സ്വർണം തിരിച്ചു കിട്ടുമെന്നാണോ അമ്മ പ്രതീക്ഷിക്കുന്നത്? എന്താണ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇവരെ വ്യക്തിപരമായിട്ട് വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഇവർ ചതി ചെയ്ത്. എൻ്റെ വീട്ടിലെ കാര്യം മൊത്തം ഇവർക്കറിയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം സാധനം എടുത്തു കൊടുക്കുക, ഇവിടെ സ്വത്ത് തീർപ്പാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞു സാധനം മിസ്സായിപ്പോയി, അത് കിട്ടത്തില്ലെന്ന് പോലീസുകാരോട് പറഞ്ഞു. അവർ പറഞ്ഞു മിസ്സായെങ്കിൽ ഞങ്ങൾ നോക്കട്ടെ, അതെടുക്കാവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു SI പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇത് കേസിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കേസിലേക്ക് പോകുന്നത്. ഒത്തുതീർപ്പിന് ആദ്യം ശ്രമിച്ചതാണ്. ആദ്യം ഞങ്ങൾ ഒത്തുതീർപ്പിന് ശ്രമിച്ചതാണ്. 75 വയസ്സുകാരിയായ ഭാരതി ഇപ്പോഴും ജോലി ചെയ്താണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. പെൺമക്കൾ മാത്രമാണ് അവർക്കുള്ളത്. 2022 മെയ് മാസം 19-ാം തീയതിയാണ് ഭാരതി ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ 3.5 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുന്നത്. പിന്നീട് കൃത്യമായി തന്നെ പലിശ അടച്ചു പോരുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുക്കാൻ വേണ്ടി ബാങ്കിനെ സമീപിക്കുന്നത്. ആ സമയത്ത് ആദ്യം ബാങ്ക് അധികൃതർ
പറഞ്ഞത് ഈ സ്വർണം മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആദ്യം പൂർണ്ണമായി പണം അടയ്ക്കൂ എന്നാണ്. ഇതനുസരിച്ച് മുതലും പലിശയും അടക്കം പൂർണ്ണമായി പണവുമായി അവിടെ എത്തിയപ്പോൾ ആദ്യം പണം നൽകൂ, സ്വർണം പിന്നീട് നൽകാമെന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നുള്ളതാണ് ഭാരതി പറയുന്നത്. ഇതേ തുടർന്ന് ഇവർ പണം നൽകാതെ തിരികെ പോരുകയും പിന്നീട് പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയുമായിരുന്നു. പോലീസ് ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതും നടക്കാതെ വന്നതോടുകൂടിയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ മാന്നാർ പോലീസ് CPM നേതൃത്വം നൽകുന്ന ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. മാന്നാറിൽ നിന്നും രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.